ഹലോ ഗൈസ്, അപ്പം നമുക്ക് അടുത്ത ലെസണിലോട്ട് കടക്കാം. നമ്മളിനി മിറ്റിഗേഷനെ പറ്റിയായിരിക്കും സംസാരിക്കുക. നമ്മൾ സപ്ലൈ ഡിമാൻഡിന്റെ ലോജിക്ക് സംസാരിച്ചപ്പോൾ തന്നെ ഞാൻ ഈ മിറ്റിഗേഷൻ എന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു അല്ലേ? എന്താണ് ഉദ്ദേശിച്ചത്? ഡിമാൻഡ് ആണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്കറിയാം നമുക്ക് അവിടെ എന്ത് ഓർഡേഴ്സ് ആണ് റെസ്റ്റിംഗ്? സെൽ ഓർഡേഴ്സ് ആണ് റെസ്റ്റിംഗ് അല്ലേ? അതുപോലെ തന്നെ സപ്ലൈ ആണ് മാർക്കറ്റിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്കറിയാം അവിടെ ബൈ ഓർഡേഴ്സ് റെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഈ നഷ്ടത്തിലുള്ള സെൽ ഓർഡേഴ്സും ബൈ ഓർഡേഴ്സും ക്ലോസ് ചെയ്യാൻ വരുന്ന പ്രോസസ്സിനാണ് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയാം അല്ലേ? നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ഡിമാൻഡ് സോണും ഒരു സപ്ലൈ സോണും മാർക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ സപ്ലൈ സോൺ നമ്മൾ വരച്ചിട്ടുണ്ട്, താഴെ ഡിമാൻഡ് സോൺ വരച്ചിട്ടുണ്ടല്ലേ? സോ എപ്പോഴും നമ്മൾ ഈ സോണുകളെ പറ്റി സംസാരിക്കുമ്പോൾ ഈ സോണുകൾക്ക് ഒരു ഓപ്പണും കാണും, ഒരു 50% ഏരിയയും കാണും, പിന്നെ അതിൻ്റെ എക്സ്ട്രീം ഏരിയയും കാണും. 3 കാര്യങ്ങളായിരിക്കും ഒരു സോണിനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു സപ്ലൈ സോണിനെ സംബന്ധിച്ച് നമ്മളിപ്പോൾ മുകളിലത്തെ സപ്ലൈ സോണാണ് നോക്കുന്നെങ്കിൽ സപ്ലൈ സോണിൻ്റെ താഴത്തെ ഭാഗത്തിനാണ് നമ്മൾ സപ്ലൈ സോണിൻ്റെ ഓപ്പൺ എന്ന് വിളിക്കുക. ഓക്കെ, അതായത് ആ താഴത്തെ ഭാഗം, താഴത്തെ ഏരിയയാണ്, ആ തുടങ്ങുന്ന സ്ഥലത്തിനാണ് നമ്മൾ സപ്ലൈയുടെ ഓപ്പൺ എന്ന് പറയുക. ഓക്കെ, ആൻഡ് സപ്ലൈയുടെ എക്സ്ട്രീം പോർഷൻ ആയിരിക്കും ആ ഏറ്റവും മുകളിലത്തെ ഭാഗം. പിന്നെ ഉണ്ടാവുക ഈ എക്സ്ട്രീമിനും ഓപ്പണിനും നടുക്കുള്ള ഭാഗം, അതായത് ഇടയ്ക്ക് മിഡിൽ പോർഷൻ, അതിനെ നമ്മൾ 50% ഏരിയ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഏരിയ എന്ന് വിളിക്കും. ഓക്കെ, ഇച്ചിരി കൂടെ വൃത്തിക്ക് വരയ്ക്കാനായിട്ട് നമുക്ക് നമ്മുടെ ഫിബ് റീട്രേസ്മെന്റ് ടൂൾ എടുക്കാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 50% ഇങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ക്ലീൻ ആയിട്ട് കാണാം. നമുക്ക് ഫിബ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഗ്യാൻ ബോക്സ് എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്, അത് യൂസ് ചെയ്യാം. ഓക്കെ, ഒബ്വിയസ്ലി ഇത് നിങ്ങൾ ആദ്യമായിട്ട് തുറക്കുമ്പം ഇങ്ങനെ ആയിരിക്കില്ല അത് കാണാനിരിക്കുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് സെറ്റിങ്സിൽ പോവുക. ഓക്കെ, ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന വാല്യൂസ് മാത്രം കൊടുത്താൽ 0, 0.5, 1 എല്ലാത്തിനും ഒരു സെയിം കളർ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം എൻ്റെ ചാർട്ടിൽ കാണുന്ന രീതിക്ക് തന്നെ എന്ത് വരും? കളർ. ബാക്ക്ഗ്രൗണ്ട് വേണമെന്നില്ല, ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഓഫ് ചെയ്തിടാം. ജസ്റ്റ് ആ 3 വാല്യൂസ് മാത്രം മതി. ആൻഡ് നിങ്ങൾക്കിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനൊരു 3 ലൈൻ നിങ്ങൾക്ക് ചാർട്ടിൽ തരും. ഈ 3 ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ ഏറ്റവും താഴത്തെ ലൈൻ നമുക്ക് തരിക ഓപ്പൺ ആണ്, ആ നടുക്കത്തെ ലൈൻ തരിക ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സോണിന്റെ പാതിയാണ്. ഓക്കെ, ആൻഡ് നമുക്ക് ആ എക്സ്ട്രീം പോർഷൻ കിട്ടും. ആ എക്സ്ട്രീം പോർഷൻ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? ഈ സപ്ലൈ ഇൻവാലിഡ് ആവുന്നത് അല്ലെ? ബോഡി ക്ലോസ് തന്നെ വേണം. 3 ഏരിയയിൽ മിറ്റിഗേഷൻ നടക്കാം. 3 ഏരിയയിലല്ല നമ്മൾ നോക്കുക, ഈ എന്താ പറയാ, 3 ഏരിയ നോക്കും ഇല്ലെന്നല്ല, പക്ഷേ ഈ 3 ഏരിയയിലും മിറ്റിഗേഷൻ നടക്കാം. ഒന്നില്ലെങ്കിൽ പ്രൈസിന് ഓപ്പൺ വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോകാം. ഓക്കെ, ഓവർ പ്രൈസ് 50% വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോകാം, ഓർ എക്സ്ട്രീം വന്നിട്ട് മിറ്റിഗേറ്റ് ചെയ്തിട്ട് പോകാം. ഓക്കെ, എക്സ്ട്രീമും 50%ഉം ഹാൻഡ് ഇൻ ഹാൻഡ് ആയിരിക്കും. സോ നമുക്ക് റിഫൈൻമെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, ഒബ്വിയസ്ലി മെയിൻ ഫോക്കസ് ഈ ഓപ്പൺ അല്ലെങ്കിൽ 50% ആയിരിക്കും നമ്മൾ കൊടുക്കുക റിഫൈൻമെന്റ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതേ ലോജിക്ക് തന്നെ ആയിരിക്കും നമ്മൾ ഡിമാൻഡ് വരുമ്പോഴും ഉണ്ടാവുക. ഓക്കെ, ഡിമാൻഡിന് എന്ത് കാണും? ഒരു ഓപ്പണും കാണും, 50% ഏരിയയും കാണും, അതുപോലെ തന്നെ ക്ലോസ് ചെയ്യാനുള്ള ഏരിയ കാണും. മനസ്സിലാക്കുന്നു? ക്ലോസ് ചെയ്ത്. ഓക്കെ, സോ താഴെ നിങ്ങൾ ഡിമാൻഡ് എടുക്കുകയാണെങ്കിൽ ഡിമാൻഡിന്റെ മുകൾ ഭാഗം ആയിരിക്കും അതിന്റെ ഓപ്പൺ, അതായത് ഡിമാൻഡിന്റെ ഈ ഏരിയ ആയിരിക്കും നമ്മൾ ഓപ്പൺ എന്ന് വിളിക്കുക. ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ അത് ഡിമാൻഡാണ്, മുകളിലോട്ടാണ് പോകുന്നത്, അതുകൊണ്ട് മുകളിലത്തെ ഭാഗം ആയിരിക്കും ഓപ്പൺ. എക്സ്ട്രീം എന്ന് പറഞ്ഞാൽ താഴത്തെ പോർഷൻ ആയിരിക്കും. സപ്ലൈയിൽ എങ്ങനെയായിരുന്നു? നേരെ തിരിച്ചായിരുന്നില്ല, സപ്ലൈയിൽ താഴത്തെ പോർഷനാണ് ഓപ്പൺ, മുകളിലത്തെ പോർഷനാണ് എക്സ്ട്രീം. നടുക്കത്തെ ഭാഗം ഇക്വിലിബ്രിയം. ഇവിടെ അതുപോലെ തന്നെ സെയിം ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളിവിടെ നോക്കിയാൽ നമുക്കൊരു ഡിമാൻഡ് സോൺ ഉണ്ട് അല്ലേ? ലാസ്റ്റ് സെൽ ടൈപ്പ് 1 ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഗ്യാൻ ബോക്സ് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പണും കിട്ടും, 50% കിട്ടും, എക്സ്ട്രീമും കിട്ടും. ഓക്കെ, ഈ 3 സ്ഥലത്ത് എവിടെ വേണം പ്രൈസ് എന്ത് ചെയ്യാം? മിറ്റിഗേഷൻ ആയിട്ട് വന്നിട്ട് പോവാം. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 സോൺ അൺമിറ്റിഗേറ്റഡ് ആണ്. അൺമിറ്റിഗേറ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സോൺ ഉണ്ടായി അല്ലേ? സോൺ ഉണ്ടായത് എവിടെയാണ്? ഈ സപ്ലൈ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ വിക്കിന്റെ ബോഡി ക്ലോസ് ആയപ്പോഴാണ് ഈ സോൺ ഉണ്ടായത്. നമുക്കറിയാം ഇവിടെ ഒരു ബൈ നടന്നിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ടാണ് ഈ സെല്ലെല്ലാം. പക്ഷെ പ്രൈസ് പിന്നെ ഒരിക്കലും അതിന്റെ ഓപ്പൺ ടച്ച് ചെയ്തിട്ടില്ല അല്ലെ? നമ്മൾ ഇതൊരു ഓപ്പൺ പോലും ടച്ച് ചെയ്തിട്ടില്ല ആ സപ്ലൈ സോൺ അല്ലെ? സപ്പോസ് തൊട്ടടുത്ത ക്യാൻഡിൽ അതെ, ഇവിടെയാണ് നമ്മൾ എന്താ പറയുക സപ്ലൈ ഉണ്ടായത്. ഈ ക്യാൻഡിലിന്റെ വിക്ക് ജസ്റ്റ് അതിന്റെ ഓപ്പൺ ഇങ്ങനെ തൊട്ടാൽ പോലും നമ്മൾ പറയും ഈ സപ്ലൈയുടെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണ് എന്ന് നമ്മൾ പറയും. ഓപ്പൺ മിറ്റിഗേറ്റഡ് ഇൻ ദ സെൻസ് ആ ഒരു ബൈ ഓർഡേഴ്സിന്റെ തുടക്കത്തിലുള്ള സ്ഥലം അവർ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ,
ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഓപ്പൺ മിറ്റിഗേറ്റഡ് ആണെന്ന് പറയാം. സോണിന്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയി. ഓക്കെ. പക്ഷെ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല. ഈ സോൺ ഇപ്പോഴും അൺമിറ്റിഗേറ്റഡ് ആണ്. എന്തുകൊണ്ട്? നമുക്ക് അവിടെ ഒരു ഇംബാലൻസ് ഇല്ലായ്മ നിങ്ങൾക്ക് കാണാൻ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാലൻസ് ഇല്ലായ്മ കാണുന്നുണ്ട്, ഒരു ഗ്യാപ്പ് ഉണ്ട് ആ സോണിന് താഴെ, ഇംബാലൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇത് മിറ്റിഗേറ്റഡ് അല്ല. അതുപോലെയാണ് ഈ ഡിമാൻഡ് സോൺ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് സോൺ വാലിഡ് ആയപ്പോഴാണ് ഈ വിക്കിന് മുകളിൽ ബോഡി ക്ലോസ് ചെയ്തത്. അത് ഏത് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്തത്? ഈ ക്യാൻഡിൽ വന്നപ്പോഴാണ് ആ ഡിമാൻഡ് അവിടെ ഉണ്ടായത് അല്ലേ. തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് താഴെ വന്ന് ഇത് ടച്ച് ചെയ്തിട്ടൊന്നുമില്ല. സപ്പോസ് നമ്മളിപ്പോൾ ആ സപ്ലൈയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊരു വിക്ക് താഴെ വന്ന് ഈ സോണിന്റെ ജസ്റ്റ് ഓപ്പൺ ടച്ച് ചെയ്താൽ നമ്മൾ എന്തെന്ന് പറയും? ഈ ഡിമാൻഡ് സോണിന്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ടെന്ന് തന്നെ പറയും. പക്ഷെ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. നമുക്ക് നോക്കാം പ്രൈസ് ഇനി എന്ത് ചെയ്യും എന്നുള്ള കാര്യം. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഡിമാൻഡ് സോണിന്റെ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ എന്തുകൊണ്ട്? കാരണം ആ ഓപ്പൺ സൈഡിലാണ് ഇത് ഇറങ്ങിയിട്ട് പോയിട്ടുള്ളത് അല്ലെ. ഈ ഓപ്പൺ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇച്ചിരി ഡീപ്പ് ആകാം, എന്നാൽ 50% അല്ല. ഈ 50% ആണ് നമ്മൾ എടുക്കണമെങ്കിൽ, ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് 50% വന്നിട്ടുണ്ടോ? ഇല്ല, ഓപ്പൺ ആണ് മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഏരിയ, അതായത് ഈ 50% ലൈനിന് മുകളിൽ എന്ത് മിറ്റിഗേറ്റ് ചെയ്താലും നമ്മൾ ഓപ്പൺ മിറ്റിഗേറ്റഡ് എന്നേ പറയുള്ളൂ. ഓക്കെ, സോ ഇവിടെ ഇപ്പോൾ ഇതെന്താണ് ചെയ്തിട്ടുള്ളത്? ഓപ്പൺ മിറ്റിഗേഷൻ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യുന്ന ഡിമാൻഡിന്റെ മിറ്റിഗേഷൻ കഴിഞ്ഞു. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോകാൻ തുടങ്ങി, പ്രൈസ് വീണ്ടും താഴോട്ട് ഇറങ്ങുന്നുണ്ട്. ഓക്കെ, ഈ പോയിന്റ് ഓഫ് ടൈം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് ഈ രണ്ട് ക്യാൻഡിൽ ശ്രദ്ധിക്കാം. ഈ ക്യാൻഡിൽ ഏകദേശം എന്ത് ചെയ്താണ്? ആ സോണിന്റെ എനിക്ക് തോന്നുന്നു 50% നമ്മൾ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ അല്ലെ. ഈ പോയിന്റ് ഓഫ് ടൈം എന്ത് പറയും? ഇപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മൾ ആദ്യം ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തു അല്ലെ. എപ്പോൾ? ഇവിടെ വന്നപ്പോൾ തന്നെ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തു, വീണ്ടും ശകലം കൂടെ ആ ഓപ്പണിന്റെ മിറ്റിഗേഷൻ ചെയ്തു, ഇപ്പൊ 50% മിറ്റിഗേറ്റ് ചെയ്തു. അതായത് നമ്മൾ ഈ സെല്ലിന്റെ എന്താ പറയാ, ഓർഡേഴ്സ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്നത് അല്ലെ. നഷ്ടം നികത്തുകയാണ്. ആദ്യം കുറച്ച് നികത്തി, ഇപ്പൊ ഇച്ചിരി കൂടെ നികത്തി, അവർക്ക് ആവശ്യമുള്ള ഓർഡേഴ്സ് നികത്തി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഓർഡേഴ്സ് ഫില്ല് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കാം എന്ത് സംഭവിച്ചു. അടുത്ത ക്യാൻഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ എക്സ്ട്രീമും മിറ്റിഗേറ്റ് ചെയ്തു അല്ലെ. ഏറ്റവും നഷ്ടത്തിൽ കിടന്ന ഓർഡേഴ്സ് പോലും അവർ ലാഭത്തിൽ ക്ലോസ് ചെയ്ത് കാണും. കാരണം സെല്ലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അല്ലെ. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വിക്ക് താഴെ വരെ വന്നിട്ടുണ്ട്. അപ്പൊ ആ സെല്ലില് അവർ ശകലം പ്രോഫിറ്റ് വരെ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. കാരണം സെല്ലിൽ പ്രോഫിറ്റ് വരെ നമ്മൾ ഉണ്ടാക്കാം. ആദ്യത്തെ സെല്ല് ചിലപ്പോൾ ഈ ഏരിയയിൽ നിന്ന് ഈ ഒരു വിക്ക് വരെ മാത്രമായിരുന്നു ആ സെല്ല് ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഈ വിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ആ വിക്കിന് താഴെയും പോയിട്ടുണ്ട് അല്ലേ. അതായത് കുറച്ച് പ്രോഫിറ്റിലായിരിക്കും അവർ ആ സെല്ല് ഓർഡേഴ്സ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അവർ അവിടെയും ലാഭം ഉണ്ടാക്കി. ഈ സോൺ ഇപ്പോഴും വാലിഡ് ആണ്, അതാണ് കാരണം ബോഡി ക്ലോസ് നടന്നിട്ടില്ല. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയത്? വീണ്ടും ആ മിറ്റിഗേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ തുടങ്ങി അല്ലേ. ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുക മാത്രമല്ല, പുതിയൊരു ഡിമാൻഡ് ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഡിമാൻഡിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ആ ഡിമാൻഡിൽ തന്നെ പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി അല്ലേ. സെയിം ലോജിക്കാണ്. ഇപ്പോൾ ഡിമാൻഡ് ഉണ്ടായേ ഉള്ളൂ. നമുക്ക് നോക്കാം തൊട്ടടുത്തുള്ള ക്യാൻഡിൽ എന്ത് ചെയ്യുന്നു. തൊട്ടടുത്തുള്ള ക്യാൻഡിൽ എന്ത് ചെയ്തു? അത് മിറ്റിഗേറ്റും ചെയ്തു അല്ലെ. കാരണം അടുത്ത ക്യാൻഡിൽ എന്താണ് ചെയ്തത്? നേരെ ഒരു ബെയറിഷ് ക്യാൻഡിലായിരുന്നു വന്നത്. അത് ആ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തിട്ട് താഴോട്ട് ഷെയർ ഇറങ്ങിയിട്ടുണ്ട്. 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടാവോ അറിയത്തില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ എനിവേസ് നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ കൂടുതലും ഫിബാണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ ഫിബ് ചെയ്യാൻ എടുക്കാം. 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല അല്ലേ, തൊട്ടിട്ടില്ല നമ്മൾ 50%. പക്ഷേ ഓപ്പൺ ഏരിയ നമ്മൾ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 50% മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു ആ സോണിന്റെ. സോ എനിക്ക് തോന്നുന്നു മാക്സിമം. സോ എന്തായി? നമ്മൾ ക്ലോസ് ചെയ്യേണ്ട മാക്സിമം നഷ്ടത്തിലുള്ള ഓർഡേഴ്സ് ഒക്കെ അവർ എന്ത് ചെയ്തു? ആ സെല്ലിൻ്റെ അകത്ത് നഷ്ടങ്ങളെല്ലാം അവർ മാക്സിമം നികത്തിയിട്ട്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങ് അറ്റം വരെ എത്തുന്നുണ്ടല്ലോ. ഈ വിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വിക്ക് അങ്ങ് താഴെ വരെ വന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി? ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്തു. അടുത്ത ഡിമാൻഡ് ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡിമാൻഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെ. നമുക്കിവിടെ ഒരു വിക്ക് സോണും ഉണ്ട്, അതുപോലെ തന്നെ ടൈപ്പ് 1 ആയിട്ട് നമുക്ക് എടുക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് സോണുകളെല്ലാം ഒരുമിച്ച് വരും. ഇതിപ്പോൾ ഒരു ടൈപ്പ് 1 ആണ്, ഇങ്ങനെ ഈ സോണിനെ വരയ്ക്കാം, അതേസമയം ഈ വിക്ക് മാത്രം എടുക്കാം. രണ്ടും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, രണ്ട് രീതിക്ക് നമുക്ക് ഈ സോൺസ് നോക്കാൻ പറ്റും. എനിവേസ്, പുതിയ സോൺ ഉണ്ടായി, പ്രൈസ് ഓർഡേഴ്സ് ഫില്ല് ചെയ്തു. പക്ഷെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് എവിടെയാണ്? ആദ്യം ഒരു ഇനീഷ്യൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു അല്ലേ. ആ ഡിമാൻഡിനെ മിറ്റിഗേറ്റ് ചെയ്തു, പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി, ആ ഡിമാൻഡിനെ മിറ്റിഗേറ്റ് ചെയ്തു, ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്തു. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ ആ ഡിമാൻഡ് വർക്ക് ചെയ്യുന്ന രീതിയും. നമുക്ക് നോക്കിയാൽ എന്താണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഇപ്പം ഈ ഡിമാൻഡ് ഇപ്പോഴും അൺമിറ്റിഗേറ്റഡ് ആണ്, പുതിയ ഡിമാൻഡ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. വീണ്ടും എന്താണ്? ആ റിപ്പീറ്റ് ആണ് അല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഉണ്ടാക്കി, മിറ്റിഗേറ്റ് ചെയ്തു. തൊട്ടടുത്തുള്ള ക്യാൻഡിൽ എന്ത് ചെയ്തു?
നേരെ സെല്ല്. ആ സെല്ല് എന്തിനായിരിക്കും അവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഈ സെല്ല് അവർ യൂസ് ചെയ്തത് ഈ സെല്ലിന്റെ കുറച്ച് നഷ്ടം നികത്താനാണ്, അല്ലേ? സോ നമ്മളിപ്പോൾ ആ എൻറ്റയർ സോൺ എടുക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ടൈപ്പ് 1 സോണാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ ഓപ്പൺ മിറ്റിഗേറ്റ് ആയെന്ന് പറയും. 50% ഇപ്പോഴും മിറ്റിഗേറ്റ് ആയിട്ടില്ല. അതേസമയം ഇവിടെയാണ് ഡിഫറൻസ് വരാൻ പോകുന്ന. ഈ ടൈപ്പ് 1 ടൈപ്പ് 2 വിക്ക് സോണിലൊക്കെ എടുക്കുമ്പോൾ നമ്മളിപ്പോൾ ഈ വിക്ക് സോണാണ് എടുക്കുന്നതെങ്കിൽ ഈ വിക്ക് സോൺ ഇപ്പോഴും മിറ്റിഗേറ്റഡ് അല്ല, അല്ലേ? കാരണം എന്ത് ചെയ്തിട്ടില്ല, പ്രൈസ് ആ ഏരിയയിലോട്ട് വന്നിട്ടില്ല മിറ്റിഗേറ്റ് എന്ന് പറയാൻ. ഈ വിഗ് സോൺ മിറ്റിഗേറ്റഡ് ആണെന്ന് പറയാൻ എന്ത് ചെയ്യണം, ആ വിക്ക് ഇവിടെ തന്നെ വരണം. ഒരു വിക്കെങ്കിലും ഇവിടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ ക്യാൻഡിലിന്റെ ബോഡി ഇവിടെ വന്നാലേ ഈ സോൺ മിറ്റിഗേറ്റഡ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ടൈപ്പ് 1 സോൺ എന്തായിട്ടുണ്ട്, മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട്. ഈ വിഗ് സോൺ മിറ്റിഗേറ്റഡ് ആണോ, അല്ല. ഓക്കെ, ഇങ്ങനെ നമ്മൾ സോണുകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫറൻസുകൾ വരും. അതുകൊണ്ടാണ് ഇപ്പോഴേ പറയുന്നത്. എനിവേസ് നമുക്കിപ്പോൾ തൽക്കാലം അത് ഹോളായിട്ട് ഒരു സോണായിട്ട് തന്നെ എടുക്കാം. ഓക്കെ, എനിവേസ് വീണ്ടും എന്ത് ചെയ്തു നമ്മൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പാറ്റേൺ അല്ലേ നമുക്ക്. ആദ്യത്തെ ഒരു ഇനീഷ്യൽ ഡിമാൻഡ് വന്നു, പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി, ആ ഡിമാൻഡിൽ നിന്ന് വേറെ ഡിമാൻഡ് ഉണ്ടാക്കി, ആ ഡിമാൻഡ് മിറ്റിഗേറ്റ് ചെയ്തു. അത് നഷ്ടമെല്ലാം നികത്തി പോവാണല്ലേ. ഇവിടെ ഒരു നഷ്ടം ഉണ്ടായിരുന്നു, നികത്തി പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി, അത് നികത്തി വീണ്ടും പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി, ഇപ്പം അത് നികത്തിയിട്ട് വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അടുത്ത ഡിമാൻഡ് ഉണ്ടാക്കി, അല്ലെ? ഇവിടുത്തെ നഷ്ടങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അവർക്ക് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യേണ്ട കാര്യമില്ല, അവിടെ നഷ്ടങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി. ആ പുതിയ ഡിമാൻഡ് എവിടെയാണ്? ആ പുതിയ ഡിമാൻഡ് നമുക്ക് ഉണ്ടാകുന്നത് ഇവിടെയാണ്, അല്ലേ? നമുക്ക് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ വിക്ക് സോൺ ആയിട്ട് നമുക്ക് എടുക്കാം, അതേസമയം നമുക്ക് ഇങ്ങനെ എടുക്കാം. പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി, ആ ഡിമാൻഡ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ വിക്ക് സോൺ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ വിക്ക് സോൺ ഇപ്പോഴും ടാപ്പ് ആയിട്ടില്ല. നമുക്ക് അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇനി നോക്കാം നമുക്ക് എന്തൊക്കെയാണ് പ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം തൊട്ടടുത്തുള്ള ക്യാൻഡിൽ എന്ത് ചെയ്തു, നേരെ വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വിക്കാണ്, പക്ഷെ ആ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട് താഴോട്ട്. എന്തിനു വേണ്ടിയിട്ട്? ആ സെൽ ഓർഡേഴ്സിൽ ശകലം നഷ്ടം നികത്താൻ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ സോണിന്റെ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാം. 50% മിറ്റിഗേറ്റഡ് ആണോ, അല്ല. എങ്ങനെ മനസ്സിലാക്കാം? ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് വരച്ചാൽ മതി. ഇല്ല അല്ലെ, 50% വന്നിട്ടില്ല, പക്ഷെ ഓപ്പൺ ഏരിയ മിറ്റിഗേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിവേസ് നമുക്ക് നോക്കാം, കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇപ്പൊ എന്ത് പറ്റി, ഇപ്രാവശ്യം 50% വന്നിട്ട് പോയി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, ഓപ്പൺ മാത്രമല്ല 50% താഴെ. ഞാൻ ഈ 3 ലൈൻ വരയ്ക്കുന്നതിന്റെ ഉദ്ദേശം, അതായത് നമ്മളിങ്ങനെ സോണിനെ വിഭജിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം, ഈ മുകളിലത്തെ ഏരിയ സത്യം പറഞ്ഞ ഒരു പ്രീമിയത്തിന്റെ ഏരിയ, അതായത് കൂടിയ റേറ്റിന്റെ ഏരിയയാണ്. ഈ താഴത്തെ ഏരിയ നമ്മൾ ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിത് വെബിനാർസിലൊക്കെ നിങ്ങൾക്ക് ഇത് പഠിക്കാൻ കാണും. ഓക്കെ, എനിവേസ് നമ്മളിപ്പോൾ ഒരു കാര്യം മേടിക്കുന്നെങ്കിൽ ഡിസ്കൗണ്ട് മേടിക്കാൻ നോക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്ന്, നമ്മൾ ഈ സെല്ലിന്റെ നഷ്ടം നികത്തിയിട്ടുമുണ്ട്, ഡിസ്കൗണ്ടിൽ വന്നിട്ട് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമ്മൾ ഓർഡേഴ്സ് ഫില്ല് ചെയ്യുന്നുണ്ട്. സ്മാർട്ട് മണിയുടെ അൽഗോരിതംസ് ഇങ്ങനെ തന്നെ ആയിരിക്കും എപ്പോഴും വർക്ക് ചെയ്യുക. സെല്ല് ചെയ്യുമ്പോൾ നേരെ തിരിച്ചായിരിക്കും, നമ്മൾ പ്രീമിയത്തിലായിരിക്കും സെല്ല് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളാണ് ഒരുമിച്ച് നടന്നത്. ഒന്ന്, നമ്മൾ ആ 50% സോണിന്റെ നഷ്ടം നികത്തി. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ വിക്ക് സോൺ നമ്മൾ എടുത്താൽ പോലും ആ വിക്ക് സോണിന്റെ 50% വരെ നമ്മൾ നികത്തിയിട്ടുണ്ട്. ആ വിക്കിന്റെ വരെ നമുക്ക് 50% എടുക്കാം. വിക്ക് സോൺ എടുത്താൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഈ ബൈ ഓർഡേഴ്സ് ഫില്ല് ചെയ്തത്. വീണ്ടും റിപ്പീറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡിമാൻഡ് ഉണ്ടാക്കി നമ്മൾ ഡിമാൻഡിൽ തന്നെ വീണ്ടും അല്ലെ, അടുത്ത ഡിമാൻഡ് ഇങ്ങനെ എടുക്കാം, ടൈപ്പ് 1 ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ വിക്ക് സോൺ ആയിട്ട് മാത്രം നമുക്ക് എടുക്കാം. ഇത് രണ്ടും വാലിഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോണുകളാണ്, അല്ലെ? നമുക്ക് തൽക്കാലം നമുക്ക് ഈ 2 വിക്കുകൾ വെക്കാം. നമുക്ക് നോക്കാം പ്രൈസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ എവിടെ എത്തി, നമ്മൾ അടുത്ത സപ്ലൈ എത്തി. ഇപ്പോഴും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സപ്ലൈ ഇപ്പോഴും മിറ്റിഗേറ്റഡ് അല്ല, സപ്ലൈ തൊട്ടിട്ട് പോലും ഇല്ല. നമ്മൾ ആ ഇംബാലൻസസ് എല്ലാം ഫില്ല് ചെയ്ത് വരികയാണ്. കുറച്ച് ഇംബാലൻസ് ഫില്ല് ചെയ്ത്, പക്ഷെ എന്തുണ്ട്, ഇപ്പോഴും ഇത്ര ഇംബാലൻസ് ഇപ്പോഴും ബാക്കിയുണ്ട്, അല്ലേ? സോ അത് മാർക്കറ്റിന് നികത്തിയേ പറ്റത്തുള്ളൂ. ഇപ്പോഴും നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഫൈനൽ എന്ത് ചെയ്ത്, നമ്മൾ വന്നു ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ? 50% മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്തു. സപ്പോസ് ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് 1 ആയിട്ടും വിക്ക് ആയിട്ടും എടുക്കാൻ പറ്റും. സപ്പോസ് നിങ്ങൾ വിക്ക് മാത്രം എടുത്താലും അതും കറക്റ്റ് ആണ്, കാരണം ഇതൊരു വിക്ക് സോൺ ആണ്. ഓക്കെ, പക്ഷെ ഈ വിക്കിന് അത്ര, നമ്മൾ നോർമൽ വിക്സിന്റെ രീതിക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ അത്ര ഇമ്പാക്റ്റ് ഉള്ള ഒരു വിക്കല്ല. അതായത് ഈ വിക്ക് പോലെ അല്ല, നമ്മളിവിടെ കാണുന്ന വിക്കിന്റെ അത്രയും ഇമ്പാക്റ്റ് ഈ വിക്കിനില്ല. സോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ പൊതുവെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും എടുക്കുക. പക്ഷെ ഓബിയസ്ലി നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാമോ എടുക്കാം, ലോജിക്കലി കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഓവറായിട്ട് റിഫൈൻ ചെയ്യുമ്പോൾ, നമ്മളെങ്കിൽ ഓവറായിട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രീസ് മിസ്സാകാം. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറയുന്നത്, നിങ്ങൾക്ക് ലോജിക്കലി അത് അത്ര നിങ്ങൾക്ക് എവിഡൻസ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഹോൾ സോൺ എടുക്കുന്നതായിരിക്കും ഇത്തിരി കൂടെ ബെറ്റർ. ഓക്കെ, എനിവേസ് ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചു, പ്രൈസ് അവിടെ നിന്ന് സെൽ ഓർഡേഴ്സ് ഫില്ലായി.
നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എവിടെ വന്നു, ആ സപ്ലൈ മിറ്റിഗേഷൻ കഴിഞ്ഞു, സെൽ ഓർഡേഴ്സ് ഫില്ലായി, നമ്മൾ എവിടെ എത്തി, നേരെ അടുത്ത ഡിമാൻഡ്, നമ്മൾ ആ വിക്കിലെ ഡിമാൻഡിലെത്തി. നമുക്ക് നോക്കാം ഇവിടെ റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, ഒബ്വിയസ്ലി പ്രൈസ് ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല. താഴത്തെ അടുത്ത റിയാക്ഷൻ നിങ്ങൾ നോക്കുക, എവിടെയാണ് നോക്ക്, ഈ ക്യാൻഡിൽ താഴെ വിക് സോൺ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബൈ ഓർഡേഴ്സ് ഫിൽ ആയിട്ടുണ്ട്. ഈ രണ്ട് സോൺ ഇപ്പോഴും വാലിഡ് ആണ്, കാരണം ഇതിന് താഴെ ബോഡി ക്ലോസ് ഒന്നും നടന്നിട്ടില്ല. ബോഡി ക്ലോസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മളെ സോൺ ബ്രേക്ക് ആവും. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഓക്കെ, എനിവേസ്, സോ നമ്മൾ ഒറ്റ ഒരു മൂവി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡിമാൻഡ് മിറ്റിഗേറ്റ് ചെയ്തു, ആ ഡിമാൻഡ് മിറ്റിഗേറ്റ് ചെയ്തു. ഇനി എന്ത് പറ്റും നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി, ബൈ ഓർഡേഴ്സ് ഫില്ലായി. എവിടെയാണ് ഫില്ലായതാ ബൈ ഓർഡർ, ഡിമാൻഡിലാണ് അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ വിക് സോൺ, നമ്മളിപ്പോൾ ഇത് ഇഗ്നോർ ചെയ്താൽ പോലും ആ താഴത്തെ വിക് സോൺ കണ്ടാൽ നിങ്ങൾ എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു, ആ ഒരു വിക്ക് മാത്രം എന്ത് സാധിച്ചു, ഓർഡേഴ്സ് ഫില്ല് ചെയ്യാൻ സാധിച്ചു. നമുക്ക് ആ ഒരു ചെറിയ മൂവ് മതി, നമുക്ക് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. മനസ്സിലായി, ഇതിപ്പോൾ 4 hourന്റെ ചാർട്ടാണ്, നമുക്ക് ആ റിയാക്ഷൻ മതി. ഓക്കെ, എനിവേസ്, പിന്നെ നോക്കിയാൽ നിങ്ങൾ എന്ത് ചെയ്തു, ഇച്ചിരി കൂടെ ഡീപ്പായിട്ട് വന്നു, അതേ സോൺ, ആ സോൺ ഇപ്പോഴും ബ്രേക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സോണിൽ വന്നു, വീണ്ടും എന്ത് ചെയ്തു, നമ്മൾ പുതിയൊരു ഡിമാൻഡ് ഉണ്ടാക്കി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്തു, നമ്മളിവിടെ വന്നു ഒരു പുതിയ ഡിമാൻഡ് ഉണ്ടാക്കി അല്ലേ. ഇവിടെയും ടൈപ്പ് 1 ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വിക് സോൺ മാത്രമായിട്ട് എടുക്കാം. രണ്ടും കറക്റ്റാണ്, സോണിന്റെ ആസ്പെക്ട് അല്ലേ. നമ്മൾ വിക് സോൺ മാത്രം നമുക്ക് എടുക്കാം. നോക്കി കഴിഞ്ഞാൽ ഓക്കെ, പ്രൈസ് ഇതുവരെ മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല, ഇവിടെ മിറ്റിഗേറ്റ് ഇല്ല. ഫൈനലി ഇത് സംഭവിച്ചപ്പോൾ എന്ത് പറ്റി, മിറ്റിഗേഷൻ നടക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ ഓപ്പൺ മിറ്റിഗേറ്റഡ് ആയെന്നേ പറയത്തുള്ളൂ. വിക്കിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 50% എടുക്കാൻ പറ്റും, വിക്ക് മാത്രമാണെങ്കിൽ. ഇപ്പോൾ നമ്മൾ 50% മിറ്റിഗേറ്റ് ചെയ്യുന്നു. കണ്ടോ, ആ ഡിമാൻഡിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബൈ ഓർഡേഴ്സ് ഫിൽ ആവുന്നത്. നമുക്ക് ഈ റിയാക്ഷൻ മതി. ഒന്നും റാൻഡം അല്ല ഈ മാർക്കറ്റിൽ, ഒരു കാര്യവും റാൻഡം ആയിട്ടില്ല നടക്കുന്നത്. ഡിമാൻഡ് ഇപ്പം നോക്കി കഴിഞ്ഞാൽ ഡിമാൻഡ് വീണ്ടും കൺട്രോൾ എടുക്കുകയാണ് മാർക്കറ്റിൽ. ഓക്കെ, ഈ റിയാക്ഷൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് റിയാക്ട് ചെയ്യുന്നത് ഒരു സപ്ലൈയിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നമുക്കൊരു സപ്ലൈ ഉണ്ട്, ആ സപ്ലൈയിലാണ് ഇപ്പം ആ പ്രൈസ് വന്ന് റിയാക്ട് ചെയ്യുന്നത്. സപ്ലൈയുടെ മിറ്റിഗേഷൻ ആണ് ഇപ്പം നടക്കുന്നത്. ഓക്കെ, ആൻഡ് സെൽ ഓർഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും, എവിടെ നിന്നാണ് ഫിൽ ആവുന്നത്, സെൽ ഓർഡേഴ്സ് ആയിരിക്കുന്നതാണ് അല്ലേ. ഇപ്പം ഈ സപ്ലൈ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സപ്ലൈ ബ്രേക്ക് ചെയ്യാം. വീണ്ടും നമ്മൾ ഡിമാൻഡ് ഇറങ്ങി, ഡിമാൻഡിൽ നിന്ന് ബൈ, സപ്ലൈ നിന്ന് സെൽ, കാണാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് അല്ലേ. പ്രൈസ് എപ്പോഴും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ കൺട്രോൾ എടുത്തിട്ട് ആ കൺട്രോൾ ആയിരിക്കും കൊണ്ടുപോയി. ഇപ്പം നോക്കി കഴിഞ്ഞാൽ എന്ത് പറ്റി, അൾട്ടിമേറ്റ്ലി സപ്ലൈ തന്നെ കൺട്രോൾ എടുത്തു, ഡിമാൻഡിന്റെ ഓവർ. ഡിമാൻഡ് ഈ മാർക്കറ്റിൽ നിന്ന് പുറത്തായി, സപ്ലൈ ആണ് കൺട്രോൾ എടുത്തത്. എവിടെ നിന്ന് എടുത്തു, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. ഒരു സപ്ലൈയിൽ വന്നു, അവിടെ വന്നിട്ട് പുതിയ സപ്ലൈ ഉണ്ടാക്കി അല്ലേ. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 സപ്ലൈസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ നമ്മളിവിടെ പ്രൈസ് ഇവിടെ എത്തിയ സമയം ചിന്തിക്കാം. പ്രൈസ് ഇവിടെ വന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ആൻഡ് ഫൈനലി പ്രൈസ് വെന്റ് ഡൗൺ അല്ലേ. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്കിവിടെ ഒരു വിക് സോൺ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിക്കിന്റെ സോൺ തന്നെയാണ് അല്ലേ. കാരണം ആ വിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ക്യാൻഡിലുകളുടെ വിക്കുകളുടെ മുകളിൽ പോയിട്ടുണ്ട്, ആൻഡ് പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട് ഇംബാലൻസോട് കൂടി. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ തന്നെയാണ് ലാസ്റ്റ് ഇംബാലൻസോട് കൂടിയ ക്യാൻഡിലും. സോ നമ്മളിതിനെ ടൈപ്പ് 3-ഉം ടൈപ്പ് 2-ഉം ഒരേ സ്ഥലത്ത് തന്നെ വന്നിട്ടുണ്ട്. ടൈപ്പ് 1 ഉണ്ടോ, ഇല്ല, കാരണം ലാസ്റ്റ് ബൈ ക്യാൻഡിൽ ഇതാണ്. ഇതുവരെ ആരും ബ്രേക്ക് ചെയ്തിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല അല്ലേ. ഇപ്പൊ ടൈപ്പ് 1 കിട്ടുമോ നമുക്ക് നോക്കാം. ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഓക്കെ, ഫൈനലി നോട്ട് യെറ്റ്, കാരണം ബോഡി ബ്രേക്ക് വേണം നമുക്ക് ടൈപ്പ് 1 കിട്ടാനായിട്ട്. ഇല്ല. ഓക്കെ, ഇത് സംഭവിച്ചപ്പോഴാണ് ആക്ച്വലി ടൈപ്പ് 1 സോൺ നമുക്ക് ഇവിടെ കിട്ടുക. ഓബിയസ്ലി ടൈപ്പ് 1 ഇവിടെ വലിയൊരു സോണാണ്, നമ്മൾ ഇത്രയും വലിയ സോൺ നമ്മൾ കൺസിഡർ ചെയ്തില്ല. നമ്മൾ മിക്കവാറും അതിനെ 50% ആക്കുകയായിരിക്കും ചെയ്യുക. അടുത്ത സെഷൻ നമ്മൾ റിഫൈനിങ് ആയിരിക്കും പഠിക്കുക, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. സോ ടൈപ്പ് 1 സോൺ ഇവിടെ ഉണ്ട്, ടൈപ്പ് 2-ഉം ടൈപ്പ് 3 ഒരുമിച്ചുണ്ട്. വിക് സോൺ ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഹോൾ ആയിട്ട് എടുക്കാം. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ളൊരു രീതിയായിരിക്കും. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കമ്പൈൻ ചെയ്യേണ്ടി വരും. നമ്മൾ എല്ലാ സ്ഥലത്തും റാൻഡം ആയിട്ട് സോൺസ് വരയ്ക്കത്തില്ല. പക്ഷേ ഈ സോൺ നമ്മൾ നോക്കാനുള്ള മെയിൻ കാര്യം, ഒരു സപ്ലൈ സോണിൽ വന്നിട്ട് റിയാക്ട് ചെയ്ത് വീണ്ടും സപ്ലൈ ഉണ്ടാക്കുകയാണ് പ്രൈസ് അല്ലേ. സോ നിങ്ങളിത് ഓർത്ത് വെച്ചിരിക്കുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് എങ്ങനെയാണ് പ്രൈസ് റിയാക്ട് ചെയ്യുന്നത്, എന്താണ് പ്രൈസ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. ഓക്കെ, സോ എനിവേസ് നമ്മൾ എന്ത് ചെയ്തു, ഇത് കഴിഞ്ഞിട്ട് പ്രൈസ് സപ്ലൈ തന്നെ കൺട്രോൾ എടുത്തു. റൈറ്റ്, സോ ഒരു നറേറ്റീവ് ആയിരിക്കും നമ്മൾ ഇതുപോലെ ബിൽഡ് ചെയ്ത് വരിക. നമുക്ക് ഈ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്യും. നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ മിറ്റിഗേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മളെ പെൻഡിങ് ഓർഡേഴ്സ് ക്ലോസ് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ്. ഓക്കെ, സോ ഈ സപ്ലൈ ഉണ്ടായപ്പോൾ സപ്ലൈ ബൈ ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്, ആ ഓർഡേഴ്സ് ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്യുക മാത്രമല്ല, ക്ലോസ് ചെയ്യുന്നതോടുകൂടി സപ്ലൈയുടെ ഏരിയയാണ്. സപ്ലൈ എന്ന് പറയുമ്പോൾ സെല്ലിൻ്റെ ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്ടേഷൻ അവിടെ നിന്ന് സെൽ ഓർഡേഴ്സ് ഫില്ലാകും എന്നുള്ള കാര്യമാണ്.
അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാനായിരിക്കും നോക്കുക, ഈ സെല്ലിൻ്റെ കൂടെ നമ്മളും സ്മാർട്ട് മണി ട്രേഡേഴ്സായ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പൊസിഷൻസ് എടുക്കാനായിരിക്കും നോക്കുക. ഓക്കെ, നമ്മളത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കും. പക്ഷെ നിങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ടാണ്. ഓക്കെ, നമ്മൾ മാർക്കറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുക. ആരാണ് കൺട്രോൾ എന്ന് നോക്കിയിട്ട് നമ്മൾ അവരുടെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും. ഓക്കെ, സോ ഗൈസ് അതാണ് മിറ്റിഗേഷൻ. അപ്പോൾ മിറ്റിഗേഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാം? ഓപ്പൺ മിറ്റിഗേറ്റ് ചെയ്യാം. ഓക്കെ, 50% മിറ്റിഗേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രീം മിറ്റിഗേഷനും നടക്കാം ഒരു സോണിൻ്റെ. 3 പോസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ, ഇനി നമ്മളിതിൽ ഏത് എക്സ്പെക്ട് ചെയ്യണം, നമ്മളിതിൽ ഏതിലായിരിക്കണം കൂടുതൽ എന്താ പറയുക നമ്മുടെ എഫേർട്ട് കൊടുക്കേണ്ടത്? അത് റിഫൈൻമെൻറ്റ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം. നമുക്കതിന് സെറ്റ് ഓഫ് റൂൾസ് ഇല്ല. നിങ്ങൾ ലൈവ് ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളേതായിട്ടുള്ളൊരു റിഫൈൻമെൻറ്റ് വരും. പക്ഷേ എങ്ങനെയൊക്കെ റിഫൈൻ ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സംസാരിക്കാം. ഓക്കെ ഗൈസ്, സോ ഈ കാര്യം ഒന്ന് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക ആൻഡ് മനസ്സിലാവുന്നവരെ വീണ്ടും കാണുക.